ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 83ാമത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പഠന വിഷയം കുഡ് എന്ന ഓക്സിലറി വെർബാണ്. കഴിഞ്ഞ ക്യാൻ എന്ന ഓക്സിലറി വെർബിന്റെ ക്ലാസ്സില് ഞാൻ പറഞ്ഞിരുന്നു ക്യാനിന്റെ സാധാരണ ഉപയോഗങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്യാനിന്റെ വ്യത്യസ്തങ്ങളായ ഉപയോഗങ്ങൾ പഠിക്കാമെന്നാണ് പറഞ്ഞത്. അതായത് ഇന്നത്തെ ക്ലാസ്സില് ക്യാനിന്റെ വ്യത്യസ്തങ്ങളായ ഉപയോഗങ്ങൾ എടുക്കാമെന്നാണ് മാഷ് പറഞ്ഞതെന്ന് അർത്ഥം. എന്നാൽ കുഡിന്റെ 2 ക്ലാസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ക്യാനും കുഡും തമ്മില് മാച്ച് ചെയ്ത് പഠിപ്പിക്കുന്നതായിരിക്കും എന്ത് ആ വ്യത്യാസമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എന്താണ് കൂടുതൽ നല്ലത്. അതുകൊണ്ട് നമ്മുടെ ഇന്ന് മുതലുള്ള അടുത്ത 2 ക്ലാസ്സുകള് കുഡ് എന്ന ഓക്സിലറി വെർബിനെ കുറിച്ചായിരിക്കും. അതിനുശേഷം ക്യാനും കുഡും ഒരുമിച്ചെടുത്ത് എന്താണ് അവയുടെ പൊതുവായ ഉപയോഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്കെല്ലാം നന്നായിട്ട് എന്താണ് വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം കുഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ്. നിങ്ങൾ നോക്കുക, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ക്യാനിന്റെ പ്രസന്റ് പഠിച്ചു അല്ലെ, ക്യാനിന്റെ ഫ്യൂച്ചറും പഠിച്ചു. ക്യാനിന്റെ പ്രസന്റ് മലയാളം എന്താ? കഴിയുന്നു, സാധിക്കുന്നു, പറ്റുന്നു എന്നൊക്കെയാണ് അല്ലെ. ക്യാനിന്റെ ഫ്യൂച്ചർ എന്താണ്? കഴിയും, സാധിക്കും, പറ്റും. ഇതെല്ലാം നമ്മള് വിശദമായി കഴിഞ്ഞ 4 എപ്പിസോഡുകളായിട്ട് എന്താണ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ക്യാനിന്റെ ഭൂതകാലമായ അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആയ കുഡിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. കണ്ടോ, കുഡ് എന്ന് പറഞ്ഞാൽ ക്യാനിന്റെ പ്രസന്റ്, ക്യാനിന്റെ ഫ്യൂച്ചർ, ക്യാനിന്റെ പാസ്റ്റ് ആണ് എന്ത് ഈ കുഡ് എന്ന് പറയുന്നത്. ആ വാക്ക് കുഡിന്റെ അർത്ഥം എന്താണ്? കഴിഞ്ഞു എന്നാണ് അർത്ഥം. ക്യാനിന്റെ ഭൂതകാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യം, ഭൂതകാലം അത് കഴിഞ്ഞതാണല്ലോ. അപ്പൊ എന്താണ്? എനിക്ക് ഒരു പാട്ട് പാടാൻ കഴിഞ്ഞു, ആ സംഭവം പാടി കഴിഞ്ഞു എന്ന് അർത്ഥം. എനിക്ക് പാട്ട് പാടാൻ കഴിയുന്നു എന്ന് പറഞ്ഞാലോ ഇപ്പോൾ ഞാൻ പാട്ട് പാടാൻ റെഡിയാണ്, ഇപ്പൊ ഞാൻ അത് പാടാൻ ഉള്ള എന്താണ് കഴിവുള്ള ആളാന്ന് അർത്ഥം. എപ്പോഴാണ് ഞാൻ പാടാൻ റെഡി ആയിട്ടിരിക്കുക അതിന്റെ അർത്ഥം. ക്യാൻ്റെ ഫ്യൂച്ചർ പറഞ്ഞാലോ എനിക്ക് പാട്ട് പാടാൻ കഴിയും അല്ലേ, അങ്ങനെ കഴിവ് നമുക്ക് ഉണ്ട് എന്ന് പറയുകയാണ്. വേണ്ടി വന്നാൽ ഭാവിയിൽ ഞാൻ ആ കഴിവെടുത്ത് ഉപയോഗിക്കുന്ന അർത്ഥം. എന്നാൽ എനിക്കൊരു പാട്ട് പാടാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാലോ പാടൽ എന്ന പ്രക്രിയ പൂർത്തിയായി എന്നർത്ഥം. എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാലോ ഞാൻ ഫുട്ബോൾ കളിച്ച് കഴിഞ്ഞു എന്നർത്ഥം. എനിക്ക് ട്യൂഷൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാലോ അപ്പൊ ക്ലാസ് അവസാനിച്ചു എന്നർത്ഥം. എനിക്ക് പാവപ്പെട്ടവരെ സഹായിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാലോ ആ സഹായിക്കുക എന്ന പ്രവൃത്തി കഴിഞ്ഞു എന്നർത്ഥം. കണ്ട, അങ്ങനെ മുൻപ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയാനാണ് കുഡ് ഉപയോഗിക്കുക. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ കുഡിന്റെ ചെറിയ വാചകങ്ങൾ ഉപയോഗിക്കാണ് പഠിപ്പിക്കുക. അടുത്ത ക്ലാസ്സില് കുഡ് ഉപയോഗിച്ചുള്ള നീളം കൂടിയ വാചകങ്ങൾ ഉണ്ടാക്കാനും പഠിപ്പിക്കുക കേട്ടോ. ഇനി ഇങ്ങോട്ട് നോക്കാം. അപ്പൊ കുഡിന് സാധാരണ നമ്മൾ പറയുന്ന അർത്ഥം എന്താണ്? കുഡിന് സാധാരണ പറയുന്ന അർത്ഥമാണ് ഈ കഴിഞ്ഞു. അതിന് വേണമെങ്കിൽ നമുക്ക് കഴിഞ്ഞിരുന്നു എന്ന് പറയാം. എനിക്ക് പാട്ട് പാടാൻ കഴിഞ്ഞിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് പാട്ട് പാടാൻ കഴിഞ്ഞിരുന്നു. കണ്ട, പാട്ട് പാടാൻ കഴിഞ്ഞു എന്നും പറയാം, കഴിഞ്ഞിരുന്നു. കണ്ട, ഇപ്പൊ കഴിവില്ല എന്നർത്ഥം. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞു. കണ്ട, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞിരുന്നു. കണ്ട, അങ്ങനെ പറയാം. അപ്പൊ കഴിഞ്ഞു എന്നും കഴിഞ്ഞിരുന്നു എന്നും 2 മലയാള രൂപങ്ങള് ഈ കുഡിനുണ്ട്. രണ്ടിന്റെ അർത്ഥം എന്താണ്? ഏത് പ്രവൃത്തിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അത് നമുക്ക് മുൻപ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു, അക്കാലത്ത് നമ്മൾ ചെയ്തിരുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, മറ്റു 2 വാക്കുകൾ നോക്കിയാണ്. പറ്റി പറഞ്ഞോളെ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് പാട്ട് പാടാൻ പറ്റി. അതിന് പറ്റിയിരുന്നു.
അല്ലെങ്കിൽ എനിക്ക് കൂട്ടുകാരെ സഹായിക്കാൻ സാധിച്ചു അല്ല സാധിച്ചു അല്ലെങ്കിൽ സാധിച്ചിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞു എന്നതിന് തുല്യമാണ് പറ്റി സാധിച്ചു, കഴിഞ്ഞിരുന്നു എന്നതിന് തുല്യമാണ് പറ്റിയിരുന്നു സാധിച്ചിരുന്നു എന്നുള്ള ആ വാക്കുകൾ. ഈ 6 വാക്കുകൾക്ക് പകരമായിട്ട് വെക്കാവുന്ന ഒരു ഇംഗ്ലീഷ് വാക്കാണ് ഇത് നമ്മുടെ കുഡ്. ഇനി നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? ഈ കുഡ് ഉപയോഗിക്കുന്ന നിയമം ഏതാണ്? നിയമം നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ക്യാൻ ഉപയോഗിക്കുന്ന നിയമം പഠിച്ചു അല്ലെ? ക്യാൻ ഉപയോഗിക്കുന്ന നിയമം എന്തായിരുന്നു ഓർത്ത് നോക്കി, ഓർമ്മയില്ലേ? ആദ്യം കൊണ്ട് എന്ത് ചെയ്യും? സബ്ജക്റ്റ് പറയും, പിന്നെ എന്ത് പറയും? ക്യാൻ എന്നുള്ള വാക്ക് പറയും, പിന്നെ എന്ത് പറയും? ക്രിയയുടെ വീട്ടിലെ ഒന്നാമൻ അഥവാ V1, പിന്നെ എന്ത് പറയും? ഒബ്ജക്റ്റ്. ഈ നിയമം നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ഹാർട്ടായി ഉണ്ടാവില്ലേ? അപ്പൊ നമ്മൾ ക്യാനിന് ഉപയോഗിച്ചിരുന്നത് ആദ്യം സബ്ജക്റ്റ്, പിന്നെ ക്യാൻ എന്നുള്ള വാക്ക്, പിന്നെ ക്രിയയുടെ കുടുംബത്തിലെ ഒന്നാമൻ, പിന്നെന്താണ്? ഒബ്ജക്റ്റ്. അപ്പൊ ഇവിടുത്തെ സന്തോഷ വാർത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നോക്കിയേ, ഈ ക്യാൻ വെക്കുന്ന സ്ഥാനത്ത് എല്ലാരും നമുക്ക് വെക്കണ്ട. സബ്ജക്റ്റ് പ്ലസ് ക്യാൻ പ്ലസ് ഒന്നാം നമ്പർ ക്രിയ, അതേപോലെ സബ്ജക്റ്റ് പ്ലസ് കുഡ് പ്ലസ് ഒന്നാം നമ്പർ, വില്ല് പ്ലസ് ഒന്നാം നമ്പർ, വുഡ് പ്ലസ് ഒന്നാം നമ്പർ ഇങ്ങനെയാണ് പറഞ്ഞാൽ. ഈ 9 പേരാണ് നമ്മുടെ മോഡൽ ഓക്സിലറി വെർബുകള്. പിന്നെ 4 പേരുണ്ടാണ് നമ്മുടെ സെമി മോഡൽ. ഈ 9, 4 13 പേര് ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ്? ഇത് തന്നെയാണ് റൂള്. അപ്പൊ ഈ ഒറ്റ റൂള് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ 13 പേരുടെ ഉപയോഗം എന്താണ് നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇപ്പൊ ക്യാൻ എന്ന് പറയുമ്പോൾ കഴിയുന്നു അല്ലെങ്കിൽ കഴിയും എന്നുള്ള അർത്ഥം. കുഡിന്റെ അർത്ഥം എന്താ? കഴിഞ്ഞു. അതുപോലെ വില്ല് വരുമ്പോഴും വുഡ് വരുമ്പോഴും ഷാലൊക്കെ വരുന്ന സമയത്ത് അർത്ഥത്തിലുള്ള വ്യത്യാസവും പിന്നെ ഇവർ ഓരോരുത്തരുടെയും പ്രത്യേകത വ്യത്യസ്തങ്ങളായ വാചകങ്ങൾ, വ്യത്യസ്ത ഉപയോഗങ്ങൾ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ക്യാനിന്റെ വ്യത്യസ്തമായ ഉപയോഗങ്ങൾ പഠിക്കാൻ പോകാന്ന് പറഞ്ഞല്ലോ നമ്മള്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇവരുടെ വ്യത്യസ്തമായ ഉപയോഗങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ ഇവരുടെ പൊതുവായ നിയമം എന്താണ്? ഇവർ എവിടെ ഉപയോഗിക്കാൻ ചോദിച്ചു കഴിഞ്ഞാല് സബ്ജക്റ്റ് പ്ലസ് മോഡൽ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ സെമി മോഡൽ ഓക്സിലറി വെർബ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. അപ്പൊ നമുക്ക് എളുപ്പമല്ലേ? ഈ ക്യാൻ വെച്ച സ്ഥാനത്ത് എന്തെങ്കിലും കുഡ് വെച്ചാൽ അപ്പൊ നമ്മൾ പുതിയ നിയമം എന്താ? സബ്ജക്റ്റ് പ്ലസ് കുഡ് പ്ലസ് ഒന്നാം നമ്പർ ക്രിയ പ്ലസ് ഒബ്ജക്റ്റ്. പക്ഷെ ഇങ്ങനെ ഇത് വരച്ചിട്ടത് നിങ്ങൾക്ക് വളരെ ഉപയോഗമായിരിക്കും. കാരണം എന്താണ്? ഇതെല്ലാത്തിനും ഒരേ നിയമമാണ് എന്നുള്ള കാര്യം നമ്മുടെ ബ്രെയിനിൽ എന്താണ് ഫീഡ് ചെയ്യപ്പെട്ടു. ഇനി മേ ഉപയോഗിക്കുമ്പോ എന്താണ് അതിന്റെ വ്യത്യാസം? മേയുടെ അർത്ഥം എന്താണ്? മൈറ്റിന്റെ അർത്ഥം എന്താണ്? വുഡിന്റെ അർത്ഥം എന്താണ്? ഷുഡിന്റെ അർത്ഥം എന്താണ്? കേട്ടെ, ഇങ്ങനെ അർത്ഥങ്ങള് ഉള്ള വ്യത്യാസം മാത്രമേ ഇനി എന്താണ് പറയേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കുഡ് ഉപയോഗിച്ചുള്ള ഇംഗ്ലീഷ് വാചകങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. നമ്മള് 4 തരത്തിലുള്ള സബ്ജക്റ്റുകളാണല്ലോ പറയാറ് അല്ലേ? ഏതൊക്കെയാണ്? സബ്ജക്റ്റ് ഏകവചനം, സബ്ജക്റ്റ് ബഹുവചനം, സബ്ജക്റ്റ് ഐ, സബ്ജക്റ്റ് യു. നമുക്ക് ഈ 4 സബ്ജക്റ്റ് വരുമ്പോൾ എന്താണ്? കുഡ് തന്നെ ഉപയോഗിച്ചാൽ മതി. ക്യാനിൽ നമ്മൾ പഠിച്ചതുപോലെ സബ്ജക്റ്റ് ഏകവചനം വന്നാലും ബഹുവചനം വന്നാലും ഐ വന്നാലും യു വന്നാലും 4 സബ്ജക്റ്റ് വന്നാലും എന്താണ്? ആ സബ്ജക്റ്റ് കഴിഞ്ഞ് കുഡ് എന്ന വാക്ക് വയ്ക്കുക, ക്രിയയുടെ ഒന്നാം നമ്പർ വയ്ക്കുക. സബ്ജക്റ്റ് അനുസരിച്ച് യാതൊരു മാറ്റവും ഇവിടെ ഇല്ല. എല്ലാ സബ്ജക്റ്റിനും എന്താണ്? അത് കഴിഞ്ഞ് കുഡ് പ്ലസ് ഒന്നാം നമ്പർ ക്രിയ വയ്ക്കുക കേട്ടോ. നമ്മളിവിടെ ആദ്യം സബ്ജക്റ്റ് ഏകവചനമാണ് ഉപയോഗിക്കുന്നത്. അവന് കിളികളെ പിടിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ കഴിഞ്ഞിരുന്നു, അല്ലെങ്കിൽ സാധിച്ചു, അല്ലെങ്കിൽ സാധിച്ചിരുന്നു, അല്ലെങ്കിൽ പറ്റി, അല്ലെങ്കിൽ പറ്റിയിരുന്നു. ഈ 6 തരത്തില് ഉള്ള മലയാളത്തിന് നമുക്ക് എന്താണ് ഒറ്റ ഇംഗ്ലീഷ് വാചകം ഉള്ളതാണ്. നോക്കാം. നമ്മൾ വാചകത്തെ 4ആയി മുറിക്കുക. ക്യാനിൽ ചെയ്ത അതേ പരിപാടി ഉണ്ട്. ക്യാൻ പഠിച്ചവർക്ക് വളരെ എളുപ്പമായിരിക്കും. എന്താണ്? അവനാണ് സബ്ജക്റ്റ്. അവൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? പിടിക്കുക. അവൻ എന്താണ് പിടിക്കുന്നത്? അവന് പിടിക്കുക എന്ന പ്രവൃത്തിയാണെങ്കിൽ എന്തെങ്കിലും പിടിക്കാൻ കിട്ടണമല്ലോ. ആ കിട്ടുന്നത് എന്താണ്? കിളികളാണ്. അതാണ് ഒബ്ജക്റ്റ്. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യണ പോലെ മലയാളത്തെ ആദ്യത്തെ ഭാഗം 3 കഷ്ണമെങ്കിലേ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വെർബ്. ഇനി അവിടെ അറ്റത്ത് കണ്ടൊരു വാക്കെടുക്കണല്ലോ, കഴിഞ്ഞു എന്നുള്ള വാക്കല്ലേ.
നല്ല ഇംഗ്ലീഷ് വാക്ക് എന്താണ്? കഴിഞ്ഞുള്ള എന്താ ഇംഗ്ലീഷ് വാക്ക്? കണ്ടോ? ഗുഡ്. അതേപോലെ തന്നെ നമ്മൾ ക്യാൻ ചെയ്ത ക്യാനിൽ ഇവിടെ കഴിയുന്നു അല്ലെങ്കിൽ കഴിയുന്നു അല്ലേ? നമ്മൾ ക്യാൻ ചെയ്ത് വെച്ചു. അതുപോലെ എന്താണ്? കഴിഞ്ഞത് വരുമ്പോ ഫുഡ് നേരിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? അല്ല. ഇനി നമ്മുടെ അടുത്ത് ക്രിയയാണ്. ക്രിയ പിടിക്കുക. പിടിക്കാന്നുള്ള ഇംഗ്ലീഷ് എന്താണ്? ക്യാച്ച്. CATCH ക്യാച്ച്. അതിന് രണ്ടാമത് എന്താണ്? വെർബിന്റെ 1 2 3 പഠിക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പഠിക്കണം. രണ്ടാമത് എന്താണ്? കോട്ട്. CAUGHT കോട്ട്. മൂന്നാമത് എന്താണ്? കോട്ട്. നാലാമനോ? നാലിനുണ്ടാക്കുക ഈ ഒന്ന് എഴുതിയതിനു ശേഷം അതിന്റെ കൂട്ടത്തില് ES എന്താ? ക്യാച്ച്, കോട്ട്, കോട്ട്, ക്യാച്ചസ്. ഇതാണ് ക്രിയയുടെ 1 2 3 4. അപ്പൊ ഈ ക്രിയയുടെ 1 2 3 4 ഇപ്പൊ തന്നെ പഠിക്കുക കേട്ടോ. നമുക്കിവിടെ ക്യാച്ച് ആണ് ആവശ്യം, 1 ആണ് ആവശ്യം. പക്ഷെ കൂടുതല് 2 ഉം 3 ഒക്കെ പഠിച്ചു വെക്കാൻ. കാരണം ഭാവിയിൽ നമ്മൾ ടെൻസ് പഠിക്കുമ്പോൾ വേഗം നമ്മുടെ ആവശ്യമുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് ഓരോ വാക്കുകൾ പഠിക്കാന്നുള്ളതാണ്. അങ്ങനെ ഫസ്റ്റ് വായിക്കുന്നത് ആദ്യ സബ്ജക്റ്റ് ഒരു സബ്ജക്റ്റ് അവൻ എന്നുള്ളത് ഇംഗ്ലീഷില് അവൻ എന്നുള്ളതിനും അവൻ എന്നുള്ളതിനൊക്കെ ഹി പറഞ്ഞാൽ ഹി. സബ്ജക്റ്റ് എഴുതി ഹി അവന്. ഇനി അടുത്ത പറയുന്നത് കുഡ് അല്ലെ? നമ്മളെന്താ? ഹി കുഡ്. ഇനി ഒന്നാം നമുക്ക് എന്താ? സബ്ജക്റ്റ് ഹി കുഡ് എന്നുള്ള വാക്ക് എഴുതാൻ പറഞ്ഞു. ഒന്നാം നമുക്ക് എന്താ? ക്യാച്ച്. CATCH ക്യാച്ച്. അപ്പൊ ഹി കുഡ് ക്യാച്ച്. സബ്ജക്റ്റ് എഴുതി കുഡ് എഴുതി. ഒന്നാം നമുക്ക് എന്താ? ഒബ്ജക്ട്. ഒബ്ജക്ട് കിളികൾ. കിളികൾ ഇംഗ്ലീഷ് എന്താ? ബേർഡ്. കിളി എന്താ? ബേർഡ്സ് കിളികൾ. He could catch birds. He could catch എന്താണ്? rabbits മുയലുകൾ. He could catch fish. He could catch rats എലികൾ. അവനെ പിടിക്കാൻ പറ്റുന്ന കംപ്ലീറ്റ് സാധനം ചെയ്യുക, അവനെ കൊണ്ട് പിടിപ്പിക്കുക. ഇനി ക്യാച്ച് ചെയ്യാൻ എന്താണ്? ക്യാച്ച് ചെയ്തിട്ട് എന്താണ്? റീഡ് ചെയ്യുക. He could read books. He could read novels. He could read മലയാളം. He could read English. He could read newspaper. കണ്ട അവനോട് വായിക്കാവുന്നത് കംപ്ലീറ്റ് വായിപ്പിക്കും. ഇനി എഴുതിപ്പിക്കുക. He could write a novel. He could write a story. He could write an essay. He could write a mini story. He could write a section. കണ്ട ചുരുക്കി പറഞ്ഞാല് രണ്ട് വേറെ ക്രിയകളെ കില്ല് വെക്കാം. He could kill cats. He could kill dogs. He could kill snakes. He could kill എന്താണ്? cats. കണ്ട birds. ചുരുക്കി പറഞ്ഞ നമ്മള് ക്യാൻ ഉപയോഗിച്ച് കൊടാന്റെ ഇംഗ്ലീഷ് വാലുണ്ടാക്കിയില്ലേ? അതുപോലെ കോടിക്കണക്കിന് ഇംഗ്ലീഷ് ഫയൽ ഉണ്ടാക്കാൻ സഹായിക്കുന്ന മറ്റൊരു മാന്ത്രികനാണ് ആര്? നമ്മുടെ ഫുഡ്. ഈ ഹീയുടെ അവിടെ എന്താണ്? ലോകത്തുള്ള കോടിക്കണക്കിന് രാജു, ബാബു, സിന്ധു, ബിന്ദു കൊടാനുകൂടി മനുഷ്യന്മാരുടെ പേരോട് വെക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള ക്രിയകളൊക്കെ എന്താണ്? നൂറുകണക്കിന് ക്രിയകൾ ഒന്നാം വെക്കാം. ഒബ്ജക്റ്റ് മാറ്റാം. കോടാനുകൂടി ഇംഗ്ലീഷ് ഫയൽ എന്താണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് രാജു could drive a bicycle. John could sing a song. Arvind could visit America. Bindu could go to Palakkad. Bimal could play football. Shaji could paint a picture. John could ride a horse. കുതിരനെ ഓടിച്ച് കുതിര സവാരി നടത്താൻ കഴിഞ്ഞു. Vivek could purchase a car. A7 could kill a lion. കണ്ട എന്താ പറയാ പ്രിയ സുഹൃത്തുക്കളെ? അപ്പം അവന്റെ ഈ കിളികൾ പിടിക്കുന്ന വാചകം മാത്രമാണോ? അല്ല. ഈ അവന്റെ സാധനത്തിന് നിങ്ങളുടെ മനസ്സിൽ വരുന്ന സകല കോടി സബ്ജക്റ്റുകൾ വയ്ക്കുക. ഈ പിടിക്കാന്നുള്ള സാധനത്തിന് എന്താണ്? നൂറുകണക്കിന് ക്രിയകൾ ഒന്നാം വയ്ക്കുക, ഒബ്ജക്റ്റ് വയ്ക്കുക. ഈ കുഡ് ഖേനെ പോലെ തന്നെ മറ്റൊരു മാന്ത്രികനാണെന്നുള്ള കാര്യം എന്താണ് മനസ്സിലാക്കി ഇഷ്ടംപോലെ വാചകങ്ങൾ നിങ്ങൾ മടുക്കുന്നവരെന്താണ് ഇംഗ്ലീഷ് വായങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്താണ് പ്രാക്ടീസ് ചെയ്യട്ടെ. ഇനി പക്ഷെ വേഗം എഴുതാൻ പാടും. നോക്ക ഈ രണ്ടെന്താണ്? ഒന്നാമത്തെ വാചകം അല്ലേ? രണ്ടെന്താ? അവന് കിളികളെ പിടിക്കാൻ കണ്ട കഴിഞ്ഞു. നെഗറ്റീവ് എന്താ? കഴിഞ്ഞില്ല. നമ്മള് നെഗറ്റീവ് നിയമമെല്ലാം പഠിച്ചിട്ടുള്ള എങ്ങനെയാണ് നിയമം? അപ്പൊ ഇനി എന്താ?
ഹി ഈ കുടീന് എന്ത് ചെയ്താൽ മതി കുഡ് നോട്ട് അല്ലെങ്കിൽ കുഡിന്റെ എന്ന് പറയണേ കുഡ് നോട്ട് കനോട്ട് പറഞ്ഞില്ലേ ഈസ് നോട്ട് ആർ നോട്ട് ആം നോട്ട് വാസ് നോട്ട് പറഞ്ഞ പോലെ കുഡ് നോട്ട് എന്താ ഓക്സിലറി വെർബ് കഴിഞ്ഞ് നോട്ട് ചെയ്തപ്പോ നെഗറ്റീവ് നമ്മൾ പൊതുവെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ നമുക്കതിന്റെ നിയമങ്ങളൊക്കെ അറിയാലോ അല്ലെ മാഷ് പാൻ പഠിപ്പിച്ചതൊക്കെ വിശദം പറഞ്ഞത് കൊണ്ട് ഞാൻ വിശദം പറയുന്നില്ല നിങ്ങൾക്ക് ബോറടിക്കും അല്ലേ അതുകൊണ്ട് മാഷ് വേഗം പറയണുണ്ട് അപ്പൊ ഈ കുഡ് നോട്ട് ഈ കുടീനോട്ട് കുഡ് നോട്ട് എന്താണ് ക്യാച്ച് എന്താ ബേഡ്സ് ഇനി മൂന്നെന്താ അവന് കിളികളെ പിടിക്കാൻ കഴിഞ്ഞു എന്താ കഴിഞ്ഞു അപ്പൊ കഴിഞ്ഞു കഴിഞ്ഞില്ല കഴിഞ്ഞു ചോദ്യം ഉണ്ടാക്കുക പോസിറ്റീവ് ക്വസ്റ്റൻ അല്ലേ പോസിറ്റീവ് ചോദ്യം ഈ കുഡ് മുന്നോട്ട് പോകണ്ട കുഡ് ഈ കുഡ് ഇങ്ങോട്ട് വെച്ച് വായിക്കാൻ അങ്ങോട്ട് എന്താണ് കുഡ് ഹി ക്യാച്ച് ബേഡ്സ് ചോദിച്ചത് നാലാമത്തെ എന്താണ് അവന് കിളികളെ പിടിക്കാൻ കഴിഞ്ഞില്ലേ എന്താ കഴിഞ്ഞു കഴിഞ്ഞില്ല കഴിഞ്ഞോ കഴിഞ്ഞില്ല ഇങ്ങനെ ഇല്ലേ എന്ന് ചോദിക്കുന്നതാണല്ലോ നെഗറ്റീവ് ക്വസ്റ്റ്യൻ അതെങ്ങനെ ഉണ്ടാക്കും ഈ നെഗറ്റീവ് വാചകത്തില് ഈ കുഡിനോട് മുന്നോട്ട് വയ്ക്കും അപ്പൊ എന്ത് വരിക കണ്ട കുഡ് നോട്ട് ഈ കുഡ് നോട്ട് മുന്നോട്ട് ചങ്ങോട്ട് എന്താ കുഡ് നോട്ട് ഈ ഹി ചങ്ങോട്ട് ഹി ക്യാച്ച് എന്താണ് ബേഡ്സ് അപ്പൊ നോക്കിയേ ആദ്യം പറഞ്ഞ കോടിക്കണക്കിന് വാചകം നാലരട്ടി എന്ത് നാലരട്ടി പോസിറ്റീവ് വാചകം നെഗറ്റീവ് വാചകം പോസിറ്റീവ് നെഗറ്റീവ് കണ്ട അവന് കിളികളെ പിടിക്കാൻ കഴിഞ്ഞു അവന് കിളികളെ പിടിക്കാൻ കഴിഞ്ഞില്ല അവന് കിളികളെ പിടിക്കാൻ കഴിഞ്ഞോ അവന് കിളികളെ പിടിക്കാൻ കഴിഞ്ഞില്ലേ കണ്ട നാല് തരത്തിൽ എന്താണ് ഇങ്ങനെ നമുക്ക് ഒരേ സബ്ജക്റ്റ് വെച്ചിട്ട് നാല് തരത്തിൽ പറയാൻ പറ്റും നമുക്ക് സബ്ജക്റ്റ് മാറ്റിയാലോ വെർബ് മാറ്റിയാലോ എന്താ ഇനി ഉത്തരങ്ങൾ ഉണ്ടാക്കുക അല്ലെ ആൻസേഴ്സ് ANSWERS ഇവിടെ രണ്ട് ചോദ്യം ഉള്ളത് രണ്ട് ചോദ്യം ഒന്ന് പോസിറ്റീവ് ക്വസ്റ്റ്യൻ കുഡ് ഹി ക്യാച്ച് ബേഡ്സ് അവന് കിളികളെ പിടിക്കാൻ കഴിഞ്ഞോ അല്ലെങ്കിൽ നെഗറ്റീവ് ചോദിക്കുക കുഡിൻ ഹി ക്യാച്ച് ബേഡ്സ് അവന് കിളികളെ പിടിക്കാൻ കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചാൽ കേൾക്കുന്ന ആൾ എന്ത് പറയും കേൾക്കുന്ന ആരോട് ചോദിക്കണേ ആ കേൾക്കുന്ന ആൾ എന്തെന്നോട് പറയും യെസ് അപ്പൊ എന്താ യെസ് രണ്ട് എങ്ങനെയുണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ യെസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വാചകം മുറിക്കുക ഹി എന്താണ് സബ്ജക്റ്റ് വെർബ് പിന്നെ എന്താ മൂന്നാമത്തെ സബ്ജക്റ്റ് ഈ കുഡ് പിന്നെ ഒന്നാമത്തെ എന്താ യെസ് ഹി കുഡ് CH നാലെന്താ യെസ് ഹി കുഡ് ക്യാച്ച് ബേഡ്സ് ആദ്യം നമ്മൾ യെസ് പറയും രണ്ടാമത്തെ യെസ് പറഞ്ഞ് ഫസ്റ്റ് വാതിൽ സബ്ജക്റ്റും കൊണ്ടും അടുത്തത് യെസ് പറഞ്ഞ് സബ്ജക്റ്റും കൊണ്ടും ആ വെർബും അടുത്തെന്താ യെസ് പറഞ്ഞിട്ട് സബ്ജക്റ്റ് കൊണ്ട് വെർബ് ആ ഒബ്ജക്റ്റ് പറയാം ഇനി കിളികളെ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ 5 നോ 6 എന്താ നോ എന്ന് എഴുതിയിട്ട് ഈ നെഗറ്റീവ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ കഴിഞ്ഞ ഇങ്ങനെ പലവട്ടം ആവർത്തിക്കുന്നു അപ്പൊ നമുക്ക് ഹി കുഡ് നോട്ട് എന്താ എളുപ്പ പരിപാടി അല്ലേ ഹി കുഡ് നോട്ട് ഈ ക്ലാസ് മുടങ്ങാണ്ട് കാണുന്നവരെ ശ്രദ്ധിച്ച് കാണുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഏതെന്താ നോ എന്ന് എഴുതിയിട്ട് ഹി കുഡ് നോട്ട് ക്യാച്ച് ഹി കുഡ് നോട്ട് ക്യാച്ച് എട്ടെന്ത് നോ എന്ന് എഴുതിയിട്ട് ഇത് മുഴുവൻ ഹി എന്താണ് കുഡ് നോട്ട് ക്യാച്ച് ബേഡ്സ് ഒൻപതാണ് നോ എന്ന് എഴുതിയിട്ട് ഈ വാചകം മുഴുവനാണ് വരുന്നത് എന്താണ് ഹി കുഡ് സോറി ഫസ്റ്റ് വാചകം കൊണ്ട് എഴുതും എന്താ ഫസ്റ്റ് വാചകം ഹി കുഡ് ക്യാച്ച് എന്നിട്ട് ഇവിടെ എത്തുമ്പോണ്ടല്ലോ എന്ത് ചെയ്യണം നമ്മൾ മാറ്റി പറഞ്ഞു എന്താ കിളികളെല്ലാം പിന്നെ എന്ത് ചെയ്യാം ഏനികൾ എലികൾ അല്ലെ അപ്പൊ എന്താ കാറ്റ് എന്താ റാറ്റ്സ് വെക്കും അപ്പൊ കണ്ടോ ഞാൻ എന്താ പോയി ചോദിച്ചത് ഞാൻ എന്ത് ചോദിച്ചത് കുഡ് ഹി ക്യാച്ച് ബേഡ്സ് അവന് കിളികളെ പിടിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിലോ കുഡ് നോട്ട് ഹി ക്യാച്ച് ബേഡ്സ് അവന് കിളികളെ പിടിക്കാൻ കഴിഞ്ഞില്ലേ
കേട്ട ആളെന്ന് പറഞ്ഞത് കേട്ട ഈ ചോദ്യം കേട്ട ആളെന്ന് യെസ് കഴിഞ്ഞു. യെസ് ഹി കുഡ് അവന് കഴിഞ്ഞു. യെസ് ഹി കുഡ് ക്യാച്ച് അവന് പിടിക്കാൻ കഴിഞ്ഞു. എന്തിനെ? കിളികളെ. യെസ് ഹി കുഡ് ക്യാച്ച് ബേർഡ്സ് അവന് കിളികളെ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നോ കഴിഞ്ഞില്ല. നോ ഹി കുഡ് നോട്ട് അല്ല അവന് കഴിഞ്ഞില്ല. നോ ഹി കുഡ് നോട്ട് ക്യാച്ച് ഇല്ല അവന് പിടിക്കാൻ കഴിഞ്ഞില്ല. നോ ഹി കുഡ് നോട്ട് ക്യാച്ച് ബേർഡ്സ് ഇല്ല അവന് കിളികളെ പിടിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ എന്ത് പിടിക്കാതെ കഴിഞ്ഞ്? നോ ഹി കുഡ് ക്യാച്ച് ബേർഡ്സ് വരുന്ന റൈറ്റ്സ് അല്ല റാബിറ്റ്സ് മുയൽ അങ്ങനെ എന്തെങ്കിലും മാറ്റി പറയും. അത് അറിയാനോ നിങ്ങൾക്ക് അല്ലേ? അപ്പൊ നമുക്ക് ടെക്നിക്കൊക്കെ മനസ്സിലായി കഴിഞ്ഞു. ഇനി കുട്ടിന്റെ അർത്ഥമാത്രം പറയുന്നുണ്ട്, ബാക്കിയൊന്നും അറിയേണ്ട ആവശ്യമില്ല. ക്യാൻ കഴിയും, കുഡ് കഴിയുന്നു അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്യാം അല്ലേ? നമുക്ക് ഇതെല്ലാം എന്താണ്? ഇംഗ്ലീഷ് മലയാളം എന്താണ്? യാതൊരു തടസ്സവും നല്ല സ്പീഡ് പറയാവുന്നതാണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് പറയണ്ട. എല്ലാരും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ദേശത്തും നിങ്ങളുടെ പ്രദേശത്ത് ഇരുന്ന് പറയാം കേട്ടോ. അപ്പൊ നമുക്ക് ഒരുമിച്ച് പറയാം. അവന് പറയാം, അവന് കിളികളെ പിടിക്കാൻ കഴിഞ്ഞു. ഹി കുഡ് ക്യാച്ച് ബേർഡ്സ് അവന് കിളികളെ പിടിക്കാൻ കഴിഞ്ഞില്ല. ഹി കുഡ്ന്റ് ക്യാച്ച് ബേർഡ്സ് അവന് കിളികളെ പിടിക്കാൻ കഴിഞ്ഞു. കുഡ് ഹി ക്യാച്ച് ബേർഡ്സ് അവന് കിളികളെ പിടിക്കാൻ കഴിഞ്ഞില്ലേ? കുഡ് നോട്ട് ഹി ക്യാച്ച് ബേർഡ്സ് ഉത്തരം യെസ്. യെസ് ഹി കുഡ്. യെസ് ഹി കുഡ് ക്യാച്ച്. യെസ് ഹി കുഡ് ക്യാച്ച് ബേർഡ്സ്. നോ നോ ഹി കുഡ്ന്റ്. നോ ഹി കുഡ്ന്റ് ക്യാച്ച്. നോ ഹി കുഡ്ന്റ് ക്യാച്ച് ബേർഡ്സ്. നോ ഹി കുഡ് ക്യാച്ച് സ്നേക്സ് അവന് പാമ്പുകളെ പിടിക്കാനാണ് കഴിഞ്ഞത്. ഇനി നമുക്ക് എന്താണ്? ഇതിന്റെ മലയാളത്തിലായിട്ട് ഇംഗ്ലീഷ് തന്നെ പറയാം. ഇംഗ്ലീഷ് തന്നെ നല്ല സ്പീഡ് പറയണ്ട എന്താ പറയാ? ഹി കുഡ് ക്യാച്ച് ബേർഡ്സ്. ഹി കുഡ് നോട്ട് ക്യാച്ച് ബേർഡ്സ്. കുഡ് ഹി ക്യാച്ച് ബേർഡ്സ്. കുഡ് നോട്ട് ഹി ക്യാച്ച് ബേർഡ്സ്. യെസ് യെസ് ഹി കുഡ്. യെസ് ഹി കുഡ് ക്യാച്ച്. യെസ് ഹി കുഡ് ക്യാച്ച് ബേർഡ്സ്. നോ no he couldn't. No he couldn't catch. No he couldn't catch birds. No he could catch rats. ഇതേപോലെ വ്യത്യസ്തങ്ങളായ സബ്ജക്റ്റ് വെച്ച് വ്യത്യസ്തങ്ങളായ വാചകങ്ങൾ പറയാൻ നിങ്ങൾ എന്താണ് തയ്യാറാവണം. നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ത് ചെയ്യണം? സബ്ജക്റ്റ് വെറുതെ മാറ്റി മാറ്റി പറഞ്ഞ് എന്ത് ചെയ്യണം? കുറേ വാചകങ്ങൾ എന്താണ് ഉണ്ടാക്കി നമ്മുടെ നാവിന്റെ എന്താണ് കേട്ടഴിക്കാന്നുള്ളതാണ്. അപ്പൊ ക്യാൻ പറഞ്ഞത് കൊണ്ടുവയ്ക്കാത്ത രസം. ഇനി നമുക്ക് അടുത്ത വാചകം സബ്ജക്റ്റ് ആയി വെച്ചുള്ള വാചകം നമുക്ക്. എനിക്ക് ഒരു ഭീകര നോവൽ എഴുതാൻ കഴിഞ്ഞു. ഈ വാചകത്തെ നമ്മൾ നാലായി മുറിക്കാം. എനിക്ക് സബ്ജക്ട് ഒരു ഭീകര നോവൽ എന്നത് ഒബ്ജക്ട്, എഴുതുക വെർബ് അല്ലെ? കഴിഞ്ഞുള്ള എന്താണ്? ഗുഡ്. ശരിയല്ലേ? എനിക്കെന്നുള്ളതാണ് സബ്ജക്റ്റ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താ? എഴുതുക. ഞാൻ എന്താണ് എഴുതുന്നത്? ഒരു ഭീകര നോവൽ. അതാണ് ഒബ്ജക്ട്. അത് കഴിഞ്ഞ അവസാനം എന്താണ്? വാക്കുകളിൽ എന്താണ്? കഴിഞ്ഞു. അതിന്റെ അടിയിൽ വരച്ചിട്ട് കുടുന്ന് വരും. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ക്രിയ എന്താണ്? ക്രിയ എഴുതുക. എഴുതുക എന്നുള്ളത് ഇംഗ്ലീഷ് ആദ്യത്തെ വാക്ക് റൈറ്റ്, രണ്ടാമത്തെ വാക്ക് റോട്ട്, മൂന്നാമത്തെ വാക്ക് റിട്ടേൺ, നാലാമത്തെ വാക്ക് എന്താണ്? റൈറ്റ്സ്. V1 V2 V3 V4 അല്ലെ? ഇതാണ് നമ്മുടെ ക്രിയയുടെ 1 2 3 4. അപ്പൊ നമുക്ക് ഫസ്റ്റ് വാചകം ഫസ്റ്റ് വാചകം ആദ്യം സബ്ജക്ട്. സബ്ജക്ട് എന്താണ്? എനിക്കുള്ളതിന് ആയി. പിന്നെ അടുത്ത വാക്ക് എന്താണ്? കുഡ്. ആയി കുഡ് എന്ന് എഴുതി. ഇനി എന്താണ്? ഒന്നാം നമ്പർ എന്താണ്? റൈറ്റ് അല്ലെ? ഐ കുഡ് റൈറ്റ്. സബ്ജക്ട് എഴുതി, കുഡ് എഴുതി, ഒന്നാം നമ്പർ. ഇനി എന്താ? ഒബ്ജക്ട് എന്താ? ഒരു ഭീകര നോവൽ. ഒരു ഭീകര എന്നുള്ളത് എന്താ? ഹൊറർ നോവൽ. NOVEL. I could write a horror novel. I could write a horror story. I could write a horror drama. എന്നൊരു മാറ്റി പറയാതെ ഓക്കെ കേട്ടാ. ഇത് നമുക്ക് എന്താണ്? വേദന അടുത്ത വാചകത്തിൽ രണ്ടെന്താ? രണ്ട്, എനിക്കൊരു ഭീകര നോവൽ എഴുതാൻ കഴിഞ്ഞില്ല. കണ്ട? കഴിഞ്ഞില്ല. അപ്പൊ എങ്ങനെ വരിക? I എന്താണ്? could not. അടുത്ത വാക്ക് എന്താണ്? write a horror novel. മൂന്നെന്താ? എനിക്കൊരു ഭീകര നോവൽ എഴുതാൻ കഴിഞ്ഞോ. കണ്ട? കഴിഞ്ഞോ? കഴിഞ്ഞു. കഴിഞ്ഞില്ല. കഴിഞ്ഞു.
അപ്പൊ എങ്ങനെയാ ഈ കുഡ് മുന്നോട്ട് വയ്ക്കുക അല്ല അപ്പൊ എന്താ ഞാൻ അങ്ങോട്ട് കുഡ് ഐ റൈറ്റ് എ ഹൊറർ നോവൽ. അപ്പൊ നമ്മുടെ ടെക്നിക്ക് ഉണ്ടല്ലേ 4 വാചകം ടെക്നിക്ക് നെഗറ്റീവ് ഉണ്ടാക്കുക പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എല്ലാം പഴയ റൂൾ തന്നെ നമ്മുടെ പഴയ റൂൾ തന്നെയാണ് എളുപ്പമായില്ലോ. ഇനി അടുത്ത 4ാമത് എനിക്ക് ഒരു ഭീകര നോവൽ എഴുതാൻ കഴിഞ്ഞില്ലേ കണ്ട കഴിഞ്ഞില്ലേ അപ്പൊ കഴിഞ്ഞു കഴിഞ്ഞില്ല കഴിഞ്ഞോ കഴിഞ്ഞില്ല. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക ഈ നെഗറ്റീവ് വാചകം 2ാമത്തെ വാചകം കുട്ടിനോട് മുന്നോട്ട് എന്താ could not could not I write a horror novel and I could write a horror novel negative I could not write a horror novel ചോദ്യം could I write a horror novel അടുത്തത് could not I write a horror novel ഈ ഉത്തരങ്ങൾ എന്താ ആൻസേഴ്സ് INSWERS. ഇവിടെ 9 ഉത്തരം ചോദിക്കാൻ ഇവിടെ 2 ചോദ്യം ഞാൻ എന്നോട് ചോദിക്കുകയാണ് ഞാൻ എന്നോട് ഇങ്ങനെ could I write a horror novel എനിക്കൊരു ഭീകര നോവൽ എഴുതാൻ കഴിഞ്ഞ അല്ലെ കഴിഞ്ഞില്ലേ അപ്പൊ ഞാൻ തന്നെ ഉത്തരം വേണം കഴിഞ്ഞു അപ്പൊ എന്താ ഉത്തരം യെസ്. രണ്ടെന്താ യെസ് അറിയാലോ I could yes I could. മൂന്ന് യെസ് അറിയാലോ എന്താ I could write. 4 എന്താ യെസ് എന്താണ് I could write a horror novel. 5 എന്താ no. 6 no നെഗറ്റീവ് I could not I could not. 7 എന്താ no അറിയാലോ I could not write I could not write. 8 എന്താ no I could not write പക്ഷേ ഇതിങ്ങനെ ആവർത്തിച്ച് വരുന്നതാണല്ലോ അതുകൊണ്ട് വീണ്ടും പറഞ്ഞു നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കേണ്ടിരിക്കാണ് വേഗം പറഞ്ഞിട്ട് മനസ്സിലായല്ലോ പിന്നെ കൂടുതൽ പറയണ്ടല്ലോ വെച്ചിട്ടാണ്. 9 ഫസ്റ്റ് വാല്യൂ എടുക്കുക. ഫസ്റ്റ് എന്താ I could write a comedy novel. തമാശ നോവൽ എഴുതിയെന്ന് അർത്ഥം കേട്ടോ. പിന്നെ അർത്ഥം എന്താണ് ഞാൻ എന്നോട് ചോദിക്കുകയാണ് could I write a horror novel എനിക്ക് ഒരു ഭീകര നോവൽ എഴുതാൻ കഴിഞ്ഞോ അല്ലെ could not I write a horror novel എനിക്ക് ഭീകര നോവൽ എഴുതാൻ കഴിഞ്ഞില്ലേ ഞാൻ തന്നെ വേണം കഴിഞ്ഞു yes I could എനിക്ക് കഴിഞ്ഞു yes I could write എനിക്ക് എഴുതാൻ കഴിഞ്ഞു എന്നിട്ട് ഭീകര നോവൽ yes I could write a horror novel എനിക്ക് ഭീകര നോവൽ എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ no കഴിഞ്ഞില്ല no I could not എനിക്കൊന്നും കഴിഞ്ഞില്ല no I could not എനിക്കൊന്നും എഴുതാൻ കഴിഞ്ഞില്ല no I could not write a horror novel എനിക്കൊന്നും ഭീകര നോവൽ എഴുതാൻ കഴിഞ്ഞില്ല no I could write a comedy novel എനിക്ക് ഒരു തമാശ നിറഞ്ഞ നോവലാണ് എഴുതാൻ കഴിഞ്ഞത് കേട്ടോ. അപ്പൊ ഈ ഉത്തരങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ഇതിനുള്ളിൽ ഇങ്ങനെ അനർഗളമായിട്ട് വരികയാണ്. ഇന്ന് ബൈഹാർട്ട് പഠിക്കുന്ന ഇങ്ങനെ പ്രത്യേക ടെക്നിക്കിൽ വരും നമുക്കറിയാം അല്ലെ. അപ്പൊ നമുക്ക് എന്തായാലും മൊത്തം ഒന്ന് പറയാം അല്ലെ. മാഷൊപ്പം പറയാം കേട്ടോ. മാഷൊപ്പം പറയാൻ ഞാൻ തന്നെ അല്ല പറയുന്നത് നിങ്ങളൊപ്പം പറഞ്ഞു മാഷ് പറയാൻ കിട്ടുമെന്ന് അറിയാമല്ലോ. നിങ്ങളൊപ്പം എന്ത് ചെയ്യണം പറയണം. ആരൊക്കെയാണോ പറയാൻ വേണ്ടി സഹകരിക്കുന്നത് അവർക്ക് ഇതെന്താണ് നാക്കിൽ വഴങ്ങി കിട്ടും. അല്ലാത്തൊരു കേൾവിക്കാരായിട്ട് മാത്രം അവശേഷിക്കും കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാം. അപ്പൊ ആദ്യത്തെ വായം പറയട്ടെ. എല്ലാവരും ഒപ്പം പറഞ്ഞ എനിക്ക് ഒരു ഭീകര നോവൽ എഴുതാൻ കഴിഞ്ഞു. I could write a horror novel. എനിക്കൊരു ഭീകര നോവൽ എഴുതാൻ കഴിഞ്ഞില്ല. ഇംഗ്ലീഷ് I could not write a horror novel. എനിക്കൊരു ഭീകര നോവൽ എഴുതാൻ കഴിഞ്ഞു. ഇംഗ്ലീഷ് could I write a horror novel. എനിക്കൊരു ഭീകര നോവൽ എഴുതാൻ കഴിഞ്ഞില്ലേ. could not I write a horror novel. ഉത്തരം yes I could write
Yes, I could write a horror novel. No, no, I could not. No, I could not write. No, I could not write a horror novel. No, I could write a comedy story. ഈ കോമഡി സ്റ്റോറി എഴുതാൻ കഴിഞ്ഞ് എന്തുകൊണ്ടും മാറ്റി പറയാമല്ലോ കേട്ടോ. ഇനി നമുക്ക് മലയാളം അല്ലാണ്ട് ഫുൾ ഇംഗ്ലീഷ് പറയും. പെട്ടെന്ന് പറയണം, നല്ല സ്പീഡ് പറയട്ടെ. I could write a horror novel. I could not write a horror novel. Could I write a horror novel? Could not I write a horror novel? Yes, yes I could. Yes I could write. Yes I could write a horror novel. No, no I could not. No I could not write. No I could not write a horror novel. No, I could write a comedy novel. എന്താ ഈ റൈറ്റ് മാറ്റിയിട്ടുണ്ട്, റീഡൊക്കെ വയ്ക്കാം. No, I could read a horror novel. എനിക്ക് ഒരു ഭീകര നോവൽ എഴുതാനല്ല കഴിഞ്ഞത്, എനിക്ക് എന്താണ് ഒരു ഭീകര നോവൽ വായിക്കാനാണ് കഴിഞ്ഞത്. അങ്ങനെ ക്രിയ മാറ്റി പറയാം. കേട്ടോ. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സബ്ജക്റ്റുകളും വെർബും വെച്ച് എന്താണ് ഇഷ്ടംപോലെ വായനകൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ അടുത്ത 2 സബ്ജക്റ്റ് പറഞ്ഞതിന് ശേഷം ഭാഷ എന്ത് ചെയ്യും, നീളം കൂടിയ വാചകങ്ങൾ പറയും. കഴിഞ്ഞിരുന്നു എന്നുള്ള ജാതി മലയാളം വരുന്ന കുറച്ച് നീളം കൂടിയ വാചകങ്ങൾ പറയുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ എന്താണ് സന്തോഷം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു വെരി മച്ച്.